അല്ലാഹു സാക്ഷിയായി അള്ളാഹു സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താ നിങ്ങളുടെ പേര്? അബ്ദു. ഈ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾ അറിയുമോ? അറിയും. ഈ നിൽക്കുന്ന 3 പേരെയും നിങ്ങൾ അറിയുമോ? അറിയും. സംഭവം നടന്ന ദിവസം ഇവർ 3 പേരെയും ഈ സ്ത്രീയെയും നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടത്? ഏത് സംഭവം? ഈ സ്ത്രീ അവരുടെ ഭർത്താവും ഒന്നിച്ച് സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ പ്രതികൾ 3 പേരും കൂടി അവരുടെ ഭർത്താവിനെ തല്ലി താഴെ ഇട്ടിട്ട് ഈ സ്ത്രീയെ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ കണ്ടിട്ടില്ല. സംഭവ ദിവസം നിങ്ങൾ ഈ സ്ത്രീയുടെ ഭർത്താവ് വരുവിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇതേക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്തതല്ലേ? അതെ. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇത് കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം? എനിക്ക് പണം തന്ന് എന്നെ നിർബന്ധിച്ച് സാക്ഷിയാക്കിയതാണ്. പക്ഷെ എത്രയൊക്കെ പണം തന്നാലും ശരി, ഞാൻ സത്യമേ പറയൂ. കാരണം ഞാനത് ശീലിച്ചിട്ടുള്ളൂ. യുവർ ഓണർ, ഈ സാക്ഷി വാദിഭാഗം വിറ്റ്നസ്സായി വന്ന് പ്രതിഭാഗം ചേർന്നിരിക്കുകയാണ്. അല്ല, ഉണ്ടായ സത്യം മാത്രമേ ഞാൻ ബോധിപ്പിച്ചിട്ടുള്ളൂ. ഭാര്യയും ഒരു കുഞ്ഞിന്റെ അമ്മയും കുടുംബിനിയുമായ ഈ സ്ത്രീയെ ഇതിനു മുമ്പ് നിങ്ങൾ എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? പല സ്ഥലങ്ങളിൽ വെച്ച്. ഒരു കുടുംബിനിയായിട്ടല്ല, അഭിസാരികയായിട്ട്. ഇവരുടെ ഭർത്താവ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. രാവിലെ ഇവർക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ അദ്ദേഹം തന്നെ അവരെ കൊണ്ടാക്കാറ്. അദ്ദേഹം ഓഫീസിൽ നിന്ന് വൈകിട്ട് മടങ്ങി വരുമ്പോഴേക്കും കയ്യിൽ 1000കണക്കിന് രൂപയുമായി നല്ലവരെന്ന് പറയുന്ന ഈ സ്ത്രീ കാത്തു നിൽക്കാറുണ്ട്. ഇവരുടെ പ്രധാന തൊഴിൽ ഇത് തന്നെയാണ്. That's all wrong. ഈശ്വരൻ സാക്ഷിയായി കോടതി മുമ്പാകെ സത്യമേ ബോധിപ്പിക്കുകയുള്ളൂ. എന്താ പേര്? ഇന്ദു. സംഭവ സമയത്ത് നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കീറിയിരുന്നോ? ഇല്ല. ആ രാത്രി നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലീസിൽ ഏൽപ്പിച്ചു. ടോൾ സെക്രട്ടറിയിലെ നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലീസിൽ ഏൽപ്പിച്ചോ എന്ന്? ഇല്ല. സംഭവ സമയത്ത് പ്രതികൾ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. അവരുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നിങ്ങൾ ശരിക്ക് കണ്ടിരുന്നു. അവര് നിങ്ങളെ മാറി മാറി കീഴ്പ്പെടുത്തിയോ? തോറ്റ കേട്ടില്ലേ? എത്ര പേരാണ് നിങ്ങളെ ആക്രമിച്ചത്? 2 പേര്. നിങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് 3 പേരാണ് നിങ്ങളെ മാനഭംഗപ്പെടുത്തിയതെന്നാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറയുന്നു 2 പേരാണ്. യുവർ ഓണർ, പ്ലീസ് ബി നോട്ടഡ്. അവര് നിങ്ങളെ മാനഭംഗപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് വർണ്ണിക്കാവോ? ഇല്ല, എന്നെ കൊണ്ടാവില്ല. ഇവരെ 3 പേർ കൂടി മാനഭംഗപ്പെടുത്തിയിട്ടും ഇവരുടെ വസ്ത്രത്തിൽ ഒരു ചുളിവ് പോലും പറ്റിയിട്ടില്ലെന്ന് ഇവരുടെ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. ആദ്യം തന്നെ ആക്രമിച്ചത് 3 പേരാണെന്നും പിന്നീട് 2 പേരാണെന്നും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് അവരിവിടെ നൽകിയിട്ടുള്ളത്. ആയതിനാൽ എന്റെ കക്ഷികൾ നിരപരാധികളാണെന്നും അവരെ വെറുതെ വിടണമെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ കേസിന്റെ വിധി അടുത്ത ശനിയാഴ്ച പറയുന്നതായിരിക്കും. രാധ, ഇന്ദുവിനെ കൊണ്ട് കാറിലെത്തു. എന്നാ പറഞ്ഞു തുക. അസു, ആ പിടിച്ചോ, നിങ്ങൾ പോക്കോ. എടാ, നീ എന്നെ പറഞ്ഞു വഞ്ചിച്ചു അല്ലേ? എന്റെ ഇന്ദുവിന് വേണ്ടി സാക്ഷി പറയാമെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോ പോടാ അവിടുന്ന്. വേണ്ട
നിന്റെ ചോര ഞാൻ കുടിച്ചോളാം. നിങ്ങൾ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ കരുതിയില്ല. എന്റെ അച്ഛനും അമ്മയും എല്ലാവരും നഷ്ടപ്പെട്ടപ്പോഴും എനിക്ക് നിങ്ങളുണ്ടെന്ന് ഞാൻ കരുതി. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നെന്ന്. അതെ, ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ വേണുവേട്ടനാണ് പറയുന്നത്. അല്ല, നിങ്ങൾ എന്റെ വേണുവേട്ടനല്ല. ആ കൊച്ചു കുടുംബം നിങ്ങളെല്ലാം കൂടി തകർത്തു. ഞാനല്ല രാധ സ്ത്രീ നശിപ്പിച്ചത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്ക് ഒരു തെറ്റിദ്ധാരണയുമില്ല. കോടതിയിൽ ഒരു കൊലപ്പുള്ളിയെ പോലെ നിന്ന് കുറ്റസമ്മതം നടത്തിയ നിങ്ങൾക്ക് ഇതെങ്ങനെ പറയാൻ കഴിയുന്നു? അതെ, ഞാൻ പറയുന്നു, നീ കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. എന്നിട്ട് നീ പറയൂ ഞാൻ തെറ്റുകാരനാണെന്ന്. എല്ലാം ഞാൻ പറയാം. ഞാനാണ് ആ സ്ത്രീയെ ഹോസ്പിറ്റലാക്കിയത്. ഇനി നീ പറയൂ, ഞാൻ തെറ്റുകാരനാണോ? വേണുട്ടാ, എന്ത് വേണം? മദറിനെ ഒന്ന് കാണണമായിരുന്നു. ഏത് മദറിനെയാ? അത് പേരറിയില്ല, ഒരു വിവരം അറിയാനാ. കയറി വരും. യെസ്, കമ്മിങ്. ഇരിക്കും. ആരാ? ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരിക. ഇവിടെ ഇന്ദു എന്ന പേരുള്ള ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. എന്തു? അനാഥ കുട്ടിയാ. 10 വയസ്സുള്ളപ്പോ ഇവിടെ വന്ന. ഇപ്പൊ ഇവിടെ വന്നിട്ട് 15 വർഷമായി കാണും. നിങ്ങൾ അവളുടെ ആരാ? സഹോദരൻ. ഇത് ഞങ്ങളുടെ കുടുംബ ഫോട്ടോയാ. ആ ഇടത്ത് വശത്തിരിക്കുന്ന ഇന്ദു. ഓ, ഈ ഹിന്ദു. ഹിന്ദുവിന്റെ വിവാഹം കഴിഞ്ഞല്ലോ. അവരിപ്പോ തിരുവനന്തപുരത്തോ താമസം. ഭർത്താവ് ബാങ്കിലൊരു ഉദ്യോഗസ്ഥനാ.
ഇതാണ് അവരുടെ വിവാഹ ഫോട്ടോ. പറയിൽ അഡ്രസ് ഉണ്ട്. എന്തു പറ്റി? എന്താ ഇവിടെ? രവി സാറിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു.